വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. തെളിവെടുപ്പിനിടെ കണ്ടെത്തിയ മൊബൈൽ ഫോൺ, താക്കോൽ എന്നിവ കോടതിയിൽ ഹാജരാക്കി. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഇപ്പോൾ രണ്ടാമതും കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം എന്തൊക്കെ തെളിവുകൾ സമാഹരിക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടുണ്ട്? മൊഴികളിലേക്ക് വൈരുദ്ധ്യം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാഹരിക്കാനായോ ജിബിൻ? 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടുകൂടിയാണ് കിളിമാനൂർ പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഫാനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയത്. അഫാനെ തിരികെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ വെഞ്ഞാറമൂട് പോലീസ് മറ്റ് 2 കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകും. എന്നാലും കഴിഞ്ഞ 3 ദിവസം അഫാൻ കസ്റ്റഡിയിലുണ്ടായിരുന്നത് കിളിമാനൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉണ്ടായിരുന്നത്. ലത്തീഫിൻ്റെയും ഭാര്യ സജിത ബീവിയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് 3 ദിവസം കസ്റ്റഡിയിൽ അഫാനെ വാങ്ങിയത്. ഈ സമയത്താണ്, അതായത് നേരത്തെ അഫാൻ പറഞ്ഞതിൽ നിന്ന് വിപരീതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അഫാൻ പോലീസിന് മൊഴിയായി നൽകിയത്. കാരണം ലത്തീഫിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് ലത്തീഫിനെ മാത്രമാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശമുണ്ടായിരുന്നത്. ലത്തീഫിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഭാര്യ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടതുകൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. അതായത് എല്ലാ കൊലപാതകങ്ങളും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലത്തീഫിൻ്റെ ഭാര്യയെ കൂടി കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ 2 പേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ മൃതദേഹത്തിന് സമീപത്തിരുന്ന സിഗരറ്റ് കൂടി വലിച്ചതിന് ശേഷമാണ് അഫാൻ വീട് വിട്ട് ഇറങ്ങിയതെന്നാണ് പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ അഫാൻ ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും വീടിൻ്റെ താക്കോലും കാറിൻ്റെ റിമോട്ടും ഒക്കെ തന്നെ അവിടെ നിന്ന് കൈവശപ്പെടുത്തിയിരുന്നു. വീടിന് സമീപത്ത് ഏകദേശം 200 മീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലത്ത് റോഡിൻ്റെ വശത്തായിട്ടാണ് ഇവ ഉപേക്ഷിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിനിടെ പോലീസ് ഇത്തരം സാധനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. റോഡ് വശത്ത് നിന്ന് തന്നെ അഫാൻ ഇത് പോലീസിന് കാണിച്ചു കൊടുക്കുകയും പോലീസ് അത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സാധനങ്ങൾ കൂടി ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലത്തീഫിൻ്റെ വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം കഴിഞ്ഞ ദിവസം അഫാനെ വീണ്ടും അഫാൻ്റെ പേരുമലയിലെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. അവിടെ നിന്നാണ് പോലീസ് ഈ മുളക് പൊടി കണ്ടെത്തിയത്. കാരണം ഈ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി പ്രതി വാങ്ങിച്ച് സൂക്ഷിച്ചിരുന്ന മുളക് പൊടിയും പോലീസ് കണ്ടെത്തി. അവിടെ നിന്ന് പിന്നാലെ കൊണ്ടുപോയത് അഫാൻ ഈ കൊലപ്പെടുത്താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയിരുന്ന സമയത്ത് വാങ്ങിയ